മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് UAE-ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ആദ്യം ഗ്രൗണ്ടിൽ ഇറങ്ങാതിരുന്നത് പാകിസ്ഥാൻ. പിന്നീട് ചർച്ചകൾക്ക് ശേഷം അന്ന് 1 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ നായകന്മാർ തമ്മിൽ ഹസ്തദാനം നടത്താതിരിക്കാൻ കാരണം ആൻഡി പൈക്രോഫ്റ്റ് ആണ് പാകിസ്ഥാന്റെ നായകനോട് സൂര്യകുമാർ യാദവിന് കൈ കൊടുക്കരുത് എന്ന് പറഞ്ഞതെന്നാണ് പാകിസ്ഥാന്റെ വാദം. പക്ഷേ ഈ വാദം ICC അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് പൈക്രോഫ്റ്റിനെ തന്നെ മാച്ച് റഫറിയായി ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്ന മത്സരത്തിൽ പൈക്രോഫ്റ്റ് തന്നെയായിരിക്കും മാച്ച് റഫറി ആയിട്ടുണ്ടാകുക. കാരണം ICCയുടെ ഏറ്റവും മുതിർന്ന മാച്ച് റഫറിമാരിൽ എലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള മാച്ച് റഫറിമാരിൽ ഒരാളാണ് സിംബാബ്വെ താരമായിട്ടുള്ള ആൻഡി പൈക്രോഫ്റ്റ്. 2018 ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള പന്തിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള വിവാദം ഉന്നയിച്ചപ്പോൾ ആ മത്സരം നിയന്ത്രിച്ചിരുന്നതൊക്കെ പൈക്രോഫ്റ്റ് ആണ്. മാത്രമല്ല 3 ടെസ്റ്റുകൾ 20 വൺഡേ ഒക്കെ കളിച്ചിട്ടുള്ള വലിയ മുതിർന്ന താരമാണ് പൈക്രോഫ്റ്റ്. ആ പൈക്രോഫ്റ്റിനെ ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല എന്ന് ICC വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ മത്സരത്തിന് ടോസിന്റെ സമയത്തോ അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞോ നായകന്മാർ ഇരുവരും തമ്മിൽ കൈ കൊടുക്കുമോ ഒക്കെ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതങ്ങനെ നടക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലിപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.